നമസ്കാരം. സ്വർണ്ണക്കടത്തിൽ ഇഡിയുടെ നിർണായക നീക്കം. സ്വർണ്ണക്കടത്തിൽ ഇഡി അന്വേഷണത്തിലുള്ള തടസ്സങ്ങൾ കഴിഞ്ഞ ദിവസത്തോടെ മാറിയ സാഹചര്യത്തിലാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ പരിശോധിക്കാൻ ഇഡി സംഘം തീരുമാനിച്ചത്. സ്വർണ്ണക്കടത്തിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ ഇഡി ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇത് മജിസ്ട്രേറ്റ് കോടതി തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി റദ്ദാക്കിയ ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയുടെ എഫ്ഐആർ ആവശ്യപ്പെട്ട് വീണ്ടും ഹർജി നൽകാനുള്ള നിർദ്ദേശം നൽകി. ഏത് സാഹചര്യത്തിലാണ് ഇഡിയുടെ അന്വേഷണം ഉണ്ടാകുന്നത്? ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ? വൻതോതിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇഡിക്ക് ഉറപ്പുണ്ടെങ്കിൽ എഫ്ഐആർ ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകാമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇത് ഇഡിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ അനുകൂലമായ ഒരു വിധിയാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇഡി ഹർജി നൽകിയിരിക്കുന്നത്. ഇഡി സമാന്തരമായി തന്നെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടന്നിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതികളിൽ ഒരാളായ പത്മകുമാറിന്റെ സാമ്പത്തിക ഉറവിടങ്ങൾ, പത്മകുമാറിന് വിവിധ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ, പത്മകുമാറിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പത്മകുമാറിന്റെ യാത്ര, തുർക്കിയിലടക്കം പോയത് എന്തിന്? അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരുമായി ഇവർക്ക് ബന്ധമുണ്ടോ? വിദേശങ്ങളിലുള്ള NRIകളിൽ നിന്ന് വൻതോതിൽ കള്ളപ്പണം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഈ സ്വർണം കടത്തിയതിന് പകരമായി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിലെ ചെറുകിട വിഗ്രഹ കടത്തുകാരായിരിക്കില്ല ഇതിന്റെ പിന്നിൽ. അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് ലോബി ഇതിന് പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോയപ്പോൾ SIT സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞതും അത് തന്നെയാണ്. ഈ കേസുകൾക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ സാമ്പത്തിക വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനവും ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള അട്ടിമറികൾ ഇപ്പോൾ നടക്കുകയാണ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുൻപ് തന്നെ അന്വേഷണത്തെ മരവിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. എന്തായാലും ഇഡി സമാന്തരമായി തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പിടിമുറുക്കുകയാണ്. അധികം വൈകാതെ 1-2 ദിവസത്തിനുള്ളിൽ ഇഡിക്ക് എഫ്ഐആറിന്റെ പകർപ്പ് ലഭിക്കും. പിന്നാലെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത ഈ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം ആരംഭിക്കുക തന്നെ ചെയ്യും.